നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ വാണിയമ്പാറയിൽ ലഹരിവേട്ട. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിൽ കടത്തുകയായിരുന്ന 1.5 കിലോ കഞ്ചാവും 50 ഗ്രാം MDMA-യും പിടിച്ചെടുത്തു. 3 പേർ കസ്റ്റഡിയിൽ. ലഹരി വസ്തുക്കൾ പിടികൂടിയത് എക്സൈസ് പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ സംയുക്ത പരിശോധനയിൽ. ചേലക്കരയിൽ അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്ത വയോധികനായ പഞ്ചായത്ത് അംഗത്തിന് യുവാക്കളുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് 1-ാം വാർഡ് മെമ്പർ 67 വയസ്സുള്ള ശശിധരന്. ഗുരുതരമായി പരിക്കേറ്റ പഞ്ചായത്ത് അംഗം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഒറ്റപ്പാലം ബ്ലോക്കിൽ ജലമാണ് ജീവൻ ക്യാമ്പയിൻ. ബ്ലോക്ക് തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ. ക്യാമ്പയിൻ ജലദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ. വാർത്തകൾ വിശദമായി. തൃശൂർ വാണിയമ്പാറയിൽ ലഹരിവേട്ട. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിൽ കടത്തുകയായിരുന്ന 1.5 കിലോ കഞ്ചാവും 50 ഗ്രാം MDMA-യുമാണ് പിടികൂടിയത്. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തു. എക്സൈസ് പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ സംയുക്ത പരിശോധനയിലാണ് ലഹരി പിടികൂടിയത്. അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചതിനെ ചോദ്യം ചെയ്ത വയോധികനായ പഞ്ചായത്ത് അംഗത്തിന് യുവാക്കളുടെ ക്രൂരമർദ്ദനം. ഗുരുതരമായി പരിക്കേറ്റ ചേലക്കര ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ 67 വയസ്സുള്ള ശശിധരനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി റോഡിൽ തള്ളിയിട്ട് യുവാക്കൾ കടന്നുകളയുകയായിരുന്നു. അമിതവേഗതയിൽ ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണമെന്നാണ് പ്രാഥമിക വിവരം. ഗുരുതരമായി പരിക്കേറ്റ 1-ാം വാർഡ് മെമ്പർ 67 വയസ്സുള്ള ശശിധരനെ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശശിധരൻ പോലീസിന് നൽകിയ മൊഴിയനുസരിച്ച് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3:30-യോടെ ഉതുവടി അമ്പലനട റോഡിൽ വെച്ചാണ് സംഭവമുണ്ടായത്. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന തന്നെ അമിതവേഗത്തിൽ വന്ന ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ മൊഴി നൽകി. വാഹനം നിർത്തി ഇറങ്ങി വന്ന യുവാക്കൾ ആദ്യം അസഭ്യം പറയുകയും പിന്നീട് കഴുത്തിന് പിന്നിൽ അടിച്ച ശേഷം ചവിട്ടി താഴെയിടുകയും ചെയ്തു. നിലത്ത് വീണപ്പോൾ കൈകളിൽ പിടിച്ചുയർത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോടെയാണ് ഇടുപ്പെല്ലിന് ഗുരുതരമായി പരിക്കേറ്റത്. തല റോഡിലിടിച്ച് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടന്നതെന്ന് മൊഴിയിൽ പറയുന്നു. എന്നാൽ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്തെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. സംഭവത്തിന് ശേഷം യുവാക്കൾ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയായിരുന്നെന്നും ശശിധരൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജലമാണ് ജീവൻ ക്യാമ്പയിൻ ഒറ്റപ്പാലം ബ്ലോക്ക് തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറ ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം, അമ്പലപ്പാറ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധി എന്നിവർ പ്രസംഗിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വീടിന് സമീപം പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയുടെ ചക്രങ്ങൾ താഴ്ന്നു പോയതായി പരാതി. റോഡ് നിർമ്മാണത്തിലെ പാളിച്ച മൂലമാണ് നിർത്തിയിട്ട വണ്ടിയുടെ ചക്രങ്ങൾ 2 അടിയോളം താഴ്ന്നുപോയെന്ന് ആക്ഷേപമുണ്ട്. വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന മിനി ലോറി സ്റ്റാർട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് പിൻഭാഗത്തെ ടയർ 2 അടി താഴ്ചയിലേക്ക് താഴ്ന്നുപോയ നിലയിൽ കണ്ടെത്തിയത്. പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം സ്കൂളിന് സമീപമുള്ള 1-ാം വാർഡിലെ ചാളമ്പറ്റ റോഡിലാണ് ശനിയാഴ്ച രാത്രി 9 മണിയോടെ മിനി ലോറിയുടെ പിൻഭാഗത്തെ 2 ടയറുകൾ താഴ്ന്നുപോയ നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് താമസിക്കുന്ന ഹരിയുടെ ലോറിയാണിത്. സാധാരണ ഇവിടെ തന്നെയാണ് ഇദ്ദേഹം നിർത്തിയിടാറ്. മറ്റു വാഹനങ്ങൾ കൊണ്ടുവന്ന് കെട്ടിവലിച്ചെങ്കിലും വീണ്ടും ഈ ഭാഗം കുഴിയായി മാറുകയാണ്. റോഡിൻ്റെ പണി 3 മാസം മുമ്പാണ് പൂർത്തീകരിച്ചത്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ വശങ്ങൾ താഴ്ന്നുപോകാൻ കാരണമെന്ന് നാട്ടുകാരായ മോഹനൻ, അലി എന്നിവർ പറഞ്ഞു. വങ്കാടിയിലേക്ക് ആകെ 450 മീറ്റർ റോഡാണ്. അത് 2 പ്രാവശ്യമായിട്ട് അടിച്ചിരിക്കുന്നത്. 250 ഇപ്പോൾ ചെയ്തു. ഇനി 200 ഇപ്പം എന്നാണ് ഈ നവംബറിൽ ഇലക്ഷൻ ആണല്ലോ, അതിന് മുന്നേ ചെയ്യാം. ഇതാണ് ഈ പാഞ്ഞാൾ പഞ്ചായത്തിൻ്റെ അവസ്ഥ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണക്കിറ്റ് വിതരണം നടത്തി. കോട്ടായ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പൽ VK കൃഷ്ണലീല വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് മണ്ണൂർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് 150 നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പാളും ജീവകാരുണ്യ പ്രവർത്തകയുമായ VK കൃഷ്ണലീല വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളും, പക്ഷേ എല്ലാം അതിൻ്റെ ആത്യന്തികമായ ആശയം ഒന്ന് തന്നെയാണ്.
നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കാണാൻ നമുക്ക് ആവുന്നില്ലെങ്കിൽ നമ്മളിൽ മനുഷ്യത്വം എന്നോ നശിച്ചുപോയി എന്നാണ്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ക്രിസ്തുമതം പ്രവചിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസ്താവിക്കുമ്പോൾ നീ ഉണ്ടില്ലെങ്കിലും അവനെ ഊട്ടണം, അതല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുക എന്ന ഒരു നന്മ നിറഞ്ഞ ഒരു ആശയവുമായി ഇസ്ലാം മതം വരുമ്പോൾ സനാതനധർമ്മം എന്ന അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്ന ഹിന്ദുമതം, മതം പറയല്ല ഇവിടെ, ഏതും മനുഷ്യനാണെങ്കിലും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു വരികയാണ്. അതിൽ നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് താങ്ങും തണലും ആവട്ടെ നീ എന്ന് പറഞ്ഞ് തന്നെയാണ് സർവേശ്വരൻ നമ്മളെ ഓരോരുത്തരെ. കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി എൻ തങ്കപ്പൻ, MC വാസു മാസ്റ്റർ, N സുലൈമാൻ, കെ ബാലകൃഷ്ണൻ, കെ വാസുദേവൻ, കെ മണി, S ചന്ദ്രൻ, സുനീർ, കെ പിഞ്ചു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിലെ ഓണാഘോഷം വർണ്ണാഭമായി. ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് M മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരവം 2025 എന്ന പേരിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് K ഷിജി അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രധാനാധ്യാപകൻ M ശശികുമാർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ ലീഡർ K ജിഷ്ണ, സീനിയർ അസിസ്റ്റന്റ് K അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കള മത്സരം, ഓണക്കളികൾ, കുട്ടികളുടെ കലാപരിപാടികൾ, ഊഞ്ഞാലാട്ടം, ഓണസദ്യ എന്നിവയുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അഖില കേരള എഴുത്തച്ഛൻ സമാജം വാണിയംകുളം പുലാച്ചിത്ര ശാഖ കുടുംബസംഗമവും പൊതുയോഗവും നടന്നു. താലൂക്ക് പ്രസിഡന്റ് സോമൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി രാമദാസ്, പ്രേമലത, ആശാദേവി, ജയരാജൻ, മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ചെറുതുരുത്തി, ഷൊർണൂർ എന്നിവിടങ്ങളിലായിരുന്നു വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച ഗീതാഞ്ജലി ഓണക്കിറ്റ് വിതരണം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഷൊർണൂരിലും ഓണക്കിറ്റുകൾ വിതരണം നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കിറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് GGR സന്ധ്യ മന്നത്ത് സ്വാഗതം പറഞ്ഞു. റൊട്ടേറിയൻ V രാമേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. റൊട്ടേറിയൻ ഉണ്ണികൃഷ്ണൻ, രാമു ചാത്തനത്ത്, സെയ്ദ് മുളയ്ക്കൽ,
ജിജു മാത്യു, സന്തോഷ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിലും ഷൊർണൂരിലുമുള്ള അർഹതപ്പെട്ടവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഷൊർണൂർ ക്ലബ്ബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ ഷൊർണൂരിലും ചെറുതുരുത്തിയിലുമുള്ള മാധ്യമ പ്രവർത്തകർക്കും കൂടി ഓണാഘോഷം ഞങ്ങളോടൊപ്പം തന്നെ നടത്തുന്നതിന് വേണ്ടി ഓണക്കിറ്റ് അവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര 4-ാം വാർഡിലെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ഓണസമ്മാനം വിതരണം ചെയ്തു. മുള്ളൂർക്കര 4-ാം വാർഡ് ചുവപ്പിന്റെ കൂട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു ഓണസമ്മാനം. UR പ്രദീപ് MLA ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങൾക്ക് സമാധാനമായ ജീവിതം, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ആപത്ത് വരരുത് എന്നാണ് ഓരോ കുടുംബവും ചിന്തിക്കുക. ആ ചിന്തിക്കനുസരിച്ച് ആ വിചാരത്തിനനുസരിച്ച് ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് എന്ത് രസകരമായി ഇടപെടുന്നു എന്നും ഗവൺമെൻറ്റിന് എന്തെങ്കിലും രീതിയിൽ കുറ്റം കണ്ടെടുത്ത് ചില മാധ്യമങ്ങളിങ്ങനെ വിടാറുണ്ട്. അവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കൂ, നമ്മുടെ സംസ്ഥാനം പോലെ മറ്റേത് സംസ്ഥാനത്തേക്കും ഉണ്ട്. 5 ലക്ഷത്തി ഇപ്പോൾ കഴിഞ്ഞ് ഞാനിത് പറയുമ്പോൾ ഒന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾ വലിയ തോതിലാണ് അതിലൊന്നും കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നു. ചടങ്ങിൽ വാർഡ് മെമ്പർ ലിയ അജിൽ ജോസ് അധ്യക്ഷയായി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ, മുൻ പ്രസിഡന്റ് MH അബ്ദുൽ സലാം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MA നസീബ, S സൂരജ്, VS ഹരികൃഷ്ണൻ, അജിൽ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് മുള്ളൂർക്കര 4-ാം വാർഡ് ചുവപ്പിൻ്റെ കൂട്ടുകാരുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഓണസമ്മാനം. 4-ാം വാർഡിലെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ അച്ഛനമ്മമാർക്കും ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെപ്റ്റംബർ 5-ന് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വടംവലി മത്സരം, പൂക്കള മത്സരം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് തെരേസ് ഹൈസ്കൂളിലെ 1974-75 SSLC ബാച്ചിന്റെ സംഗമം സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മരിയ ബെല്ല ഉദ്ഘാടനം ചെയ്തു. സൗഹൃദങ്ങൾ, വിജയങ്ങൾ ഇവ ഇന്നത്തെ വിദ്യാർത്ഥികളെ സ്വപ്നങ്ങൾ കാണാനും ജീവിതത്തെ സ്നേഹിക്കാനും പ്രചോദിപ്പിക്കും. സെന്റ് തെരേസ് സ്കൂളിൻ്റെ പേരിൽ ഇവിടെ സന്നിഹിതരായ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഈ സംഗമം ദൈവാനുഗ്രഹത്തോടെയും സന്തോഷത്തോടെയും നിറഞ്ഞിരിക്കട്ടെ. ഈ ദിവസം കഴിഞ്ഞ കാലത്തിൻ്റെ മധുരസ്മരണ, ഇന്നിൻ്റെ സന്തോഷം, നാളെയുടെ പ്രത്യാശ എല്ലാം ചേർന്നൊരു മനോഹര സാക്ഷ്യമാവട്ടെ. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിനിയും മുൻ അധ്യാപികയുമായ CV സരോജ അധ്യക്ഷയായിരുന്നു. പത്മജ വേണുഗോപാൽ, പ്രതിഭ, രാധാലക്ഷ്മി, നുനു രവി, സരസ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാച്ചിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വാണിയമ്പാറയിൽ ലഹരിവേട്ട. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിൽ കടത്തുകയായിരുന്ന 1.5 കിലോ കഞ്ചാവും 50 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. 3 പേർ കസ്റ്റഡിയിൽ. ലഹരി വസ്തുക്കൾ പിടികൂടിയത് എക്സൈസ് പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ സംയുക്ത പരിശോധനയിൽ. ചേലക്കരയിൽ അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്ത വയോധികനായ പഞ്ചായത്ത് അംഗത്തിന് യുവാക്കളുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് 1-ാം വാർഡ് മെമ്പർ 67 വയസ്സുള്ള ശശിധരന്. ഗുരുതരമായി പരിക്കേറ്റ പഞ്ചായത്ത് അംഗം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഒറ്റപ്പാലം ബ്ലോക്കിൽ ജലമാണ് ജീവൻ ക്യാമ്പയിൻ. ബ്ലോക്ക് തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ. ക്യാമ്പയിൻ ജലദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.